സ്ത്രീകളുടെ ശരീരം ഒരു മാസം 4 വ്യത്യസ്ത ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ഒന്നാമത്തെ ഘട്ടമായ ആർത്തവകാലം 1 മുതൽ 7 ദിവസം വരെ നീളാം. ഇത് ശരീരത്തിന് വിശ്രമം ആവശ്യമുള്ള സമയമാണ്. ചിലർക്ക് ദേഷ്യവും സങ്കടവും ക്ഷീണവും വയറുവേദനയും ഒക്കെ ഉണ്ടാകാം. ഈ സമയത്ത് മനസ്സിനും ശരീരത്തിനും ആവശ്യമായ വിശ്രമം നൽകുന്നതാണ് ഏറ്റവും നല്ലത്. അടുത്തത് ഫോളിഗുലർ ഘട്ടമാണ്. 7-ാം ദിവസം മുതൽ 14-ാം ദിവസം വരെ നീളുന്ന രണ്ടാമത്തെ ഘട്ടത്തിൽ ഇവരെ കൂടുതൽ ഊർജ്ജസ്വലരായിരിക്കും. ഈ സമയം പുതിയ കാര്യങ്ങൾ ചെയ്യാനും കൂടുതൽ ക്രിയാത്മകമായി ചിന്തിക്കാനും കായിക വിനോദങ്ങളിൽ ഏർപ്പെടാനും തോന്നും. ലോകം നിങ്ങളുടെ കാൽക്കീഴിലാണെന്ന് നിങ്ങൾക്ക് തോന്നിപ്പോകും. പിന്നീട് 14 മുതൽ 21 ദിവസം വരെ ഓവുലേഷൻ നടക്കുന്നു. ഈ ഘട്ടം ഈസ്ട്രജൻ ഹോർമോണിന്റെ കുത്തൊഴുക്കിന് പേരുകേട്ടതാണ്. ഈ സമയത്ത് നിങ്ങൾ വായുവിൽ പറന്നു നടക്കുന്നതുപോലെയും ഇഷ്ടപ്പെട്ട ഒരാളോട് കൂടുതൽ അടുക്കാൻ ആഗ്രഹിക്കുന്നതുപോലെയും തോന്നും. സ്നേഹം നിറഞ്ഞ ഒരു കുമിളക്കുള്ളിൽ അകപ്പെട്ട പോലെ തോന്നിപ്പിക്കുന്ന ഒരു മാന്ത്രിക സമയമാണിത്. അവസാനത്തെ ഘട്ടമായ ലൂട്ടിയൽ സ്റ്റേജ് 21-ാം ദിവസം മുതൽ ആർത്തവത്തിന് തൊട്ടുമുമ്പ് വരെ നീണ്ടുനിൽക്കും. ഈ സമയം ഊർജ്ജം തീരെ കുറവായിരിക്കും. പെട്ടെന്നുള്ള മാനസികാവസ്ഥ മാറ്റങ്ങൾ സാധാരണമാണ്. ഒരു കാരണവുമില്ലാതെ കരയാൻ തോന്നാം. എല്ലാത്തരം ജങ്ക് ഫുഡിനോടും വല്ലാത്ത കൊതി തോന്നുന്നതും ഈ സമയത്താണ്. ചിലപ്പോൾ കിടക്കയിൽ ചുരുണ്ടുകൂടിയിരിക്കാൻ മാത്രമായിരിക്കും തോന്നുക. നിങ്ങളുടെ ചെമ്പത്തിരുൾക്ക് ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുത്തേക്ക്. കൂടെ ഡോക്ടർ സുഗുവിനെ ഫോളോ ചെയ്യാൻ മറക്കല്ലേ.